ഹായ്, എല്ലാവർക്കും സൈലം IASലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് CSAT-നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പ്രിലിംസ് സ്റ്റേജിലേക്ക് പോവുകയാണ്. പ്രിലിംസ് ട്രാക്കിലേക്ക് പ്രിലിംസ് പഠിക്കാൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും. പല സ്ഥലത്ത് ടെസ്റ്റ് സീരീസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേർക്ക് വരുന്ന ഇഷ്യൂ ആണ് CSAT എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇനിയുള്ള മാസങ്ങൾ CSAT എങ്ങനെ ചെയ്താലാണ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന CSAT ടെസ്റ്റ് സീരീസിനെ കുറിച്ച് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് CSAT ക്രാക്ക് ചെയ്യേണ്ടത്? ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും CSAT എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് കറക്റ്റ് അറിയില്ല. പലരും വിചാരിക്കും മാത്സിൻ്റെ ടെസ്റ്റാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റാണോ അത് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഇങ്ങനെ പല ഡൗട്ട്സും പലർക്കും ഉണ്ടാവും. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UPSC നിങ്ങളിൽ നിന്ന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ UPSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്, CSAT-ൽ എങ്ങനെ UPSCക്ക് പഠിക്കണം എന്ന് അറിയണമെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തണം ഫസ്റ്റ് ഓഫ് ഓൾ. മാത്രമല്ല, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോംപ്രഹെൻഷൻ്റെ കേസിൽ പലർക്കും, ഇപ്പം എനിക്ക് പോലും പണ്ടുണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണയാണ്, അതായത് അതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റാണെന്ന്. കാരണം ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വായിച്ച് ഇംഗ്ലീഷ് മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യേണ്ടേ? അല്ല, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അല്ല. നിങ്ങളുടെ ലാംഗ്വേജ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ സിലബസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോംപ്രഹെൻഷനെ കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല, കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അപ്പുറത്ത് ഹിന്ദിയിലും തരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തരുന്നൊരു സാധനം ഹിന്ദി വായിച്ച് ചെയ്താലും പോരെ? ഹിന്ദി അറിയെങ്കിൽ അല്ലേ? നമുക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഹിന്ദി വായിച്ച് ചെയ്യുന്ന ആൾക്കാർ ഹിന്ദി വായിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ആവുന്നത്? അത് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് അല്ല. അവിടെ നിങ്ങൾ UPSC ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കോംപ്രഹെൻഷൻ സ്കിൽസാണ്. ആ സ്കിൽസാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലായോ UPSC എന്ത് നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് പഠിക്കണം. അപ്പോൾ പലരും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ, അതിൻ്റെ ആവശ്യമില്ല ശരിക്കും കോംപ്രഹെൻഷൻ ചെയ്യാൻ. അവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണ്? കോംപ്രഹെൻഷൻ സ്കില്ലാണ്. അതുപോലെ മാത്സ് പാർട്ടിലേക്ക് വരുമ്പോൾ UPSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്? നിങ്ങളുടെ നോളജ് ആണോ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാത്സിൻ്റെ കാൽക്കുലേഷൻ സ്കില്ലാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ഒന്നും അല്ല. ആക്ച്വലി UPSC ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ തിങ്കിങ് സ്കിൽസാണ്. എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നാച്ചുറൽ നമ്പറിനും ഇൻറ്റിജറിനും തരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എന്നൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് പലപ്പോഴും UPSC കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് UPSC ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പം CSAT ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ ജനറലി പറയാറുള്ളത് 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒന്ന്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും പല ക്ലാസ്സസ് കേൾക്കുന്നുണ്ടാവും CSAT-ൻ്റെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി നോക്കും അല്ലേ? പല ടോപ്പിക്സ് പഠിക്കും, നമ്പർ സിസ്റ്റം പഠിക്കും, ഡിവിസിബിലിറ്റി റൂൾ പഠിക്കും, കലണ്ടർ, ക്ലോക്ക്, ഇങ്ങനെ പല ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം. അല്ലാണ്ട് ഒരു കാര്യം ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ അതല്ല വേണ്ടത്. നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. കാരണം UPSCയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ലെവലിൽ അല്ലെങ്കിൽ ജനറലി ചോദിക്കുന്ന കുറേ ടൈപ്പ് പാറ്റേൺ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. എന്നാലും കൂടുതൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് അതിൽ നല്ല നോളജ് വേണം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കണം. എന്താണ് നാച്ചുറൽ നമ്പർ, എന്താണ് ഹോൾ നമ്പർ, അല്ലെങ്കിൽ അതേപോലത്തെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പം നമ്പർ സിസ്റ്റത്തിൽ വരുന്ന പല കാര്യങ്ങൾ, ഇപ്പം നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും, പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് കുറച്ച് നന്നായിട്ട് തന്നെ മനസ്സിലാവണം. ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. എന്നാലേ UPSC ഇന്നവേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. UPSCൻ്റെ ഒരു പ്രത്യേകതയാണ്, ഭയങ്കര ഇന്നവേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി അത്യാവശ്യം നന്നായിട്ട് വേണം. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിത് പല ക്ലാസ്സസിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് PYQs എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യണം. ഒന്നിലധികം തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് CSAT-ലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അത് കോംപ്രഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CSAT-ൽ UPSCയുടെ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കണം. UPSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്, എന്താ ഡിമാൻഡ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ PYQs നിങ്ങൾ എന്തായാലും ചെയ്യണം. ഓക്കെ, ഒന്നിലധികം തവണ ചെയ്താൽ നല്ല കാര്യം. ഇനി കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ ചെയ്യേണ്ട സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും CSAT വളരെ പാടായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് CSAT ചെയ്യണം. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴേ ഇത് നിങ്ങളുടെ മസിൽ മെമ്മറിയായി മാറുകയും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കണ്ടൻറ്റ് പഠിക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ നിങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങളുടെ ബ്രെയിൻ അതിന് യൂസ്ഡ് ആവുള്ളൂ. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്നത് ചിന്തിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് CSAT-ൽ പ്രത്യേകിച്ച്. കാരണം CSAT-ൽ നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യണം.
ബൈ ഹാർട്ട് പഠിക്കുന്ന വേറെയാണ്, ആ കഴിവല്ല ഇവിടെ വേണ്ടത്. അല്ലാണ്ടുള്ള കഴിവ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് അപ്ലിക്കേഷൻ രീതിയിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ കുറച്ച് സമയം CSAT-ന് വേണ്ടി മാറ്റി വെക്കണം. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഇതിനെക്കാട്ടൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോർമലി പറയാറുള്ള സാധനമാണ് എക്സാം ഹാളിൽ അപ്രോച്ച്. അപ്പം നിങ്ങൾക്ക് തന്നെ പലർക്കും അനുഭവം വന്നിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിലൊക്കെ മര്യാദയ്ക്ക് ചെയ്യുന്നു, വീട്ടിൽ പോയിട്ട് മര്യാദയ്ക്ക് ചെയ്യുന്നു, പക്ഷേ എക്സാം ഹാളിൽ കയറുമ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ല കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് PYQ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല, ടെസ്റ്റ് സീരീസിൽ മാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരും. അത് നിങ്ങളുടെ എക്സാം ഹാളിൻ്റെ അകത്തുള്ള നിങ്ങളുടെ അപ്രോച്ചിൻ്റെ പ്രശ്നമുണ്ട്. അത് വളരെ പ്രശ്നം, CSAT-ൽ എസ്പെഷ്യലി അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ CSAT ഒരു ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ടാണ്. ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ 66 മാർക്ക് 200-ൽ വാങ്ങിച്ചാൽ മതി എന്നാണ് UPSC പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 80 ക്വസ്റ്റ്യൻ ചോദിക്കും UPSC അല്ലേ, അതിൽ 80 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്ന് UPSC ഒരിക്കലും ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ അറിയോ, UPSC ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നാറുണ്ട് ചില ക്വസ്റ്റ്യൻസ് UPSC ഇടും നിങ്ങൾ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും എക്സാം ഹാളിൻ്റെ അകത്തിരിക്കുമ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഭയങ്കര സ്ട്രെസ്സായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പലർക്കും ചെയ്യുന്നില്ല എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ UPSC-യിലേക്ക് വരുമ്പം 80 ക്വസ്റ്റ്യൻ അകത്തുനിന്ന് നിങ്ങളൊരു 40 ക്വസ്റ്റ്യൻ, ഒരു 40+ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്തിച്ചാൽ നിങ്ങളൊരു സേഫ് സോണിലാണ്. നിങ്ങൾ 40 ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിചാരിച്ചോ, നിങ്ങളൊരു 30 ക്വസ്റ്റ്യൻ ശരിയാക്കി 10 ക്വസ്റ്റ്യൻ തെറ്റിച്ചാലും നിങ്ങൾ എന്താണ് ക്ലിയർ ചെയ്യും. കാരണം ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. നിങ്ങൾക്ക് ഭയങ്കര 100 മാർക്ക് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് 66 മാർക്ക് മതി. അതുകൊണ്ട് തന്നെ UPSC ചില ക്വസ്റ്റ്യൻ ഇടും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് നല്ലോണം മാത്സ് അറിയുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും അത് ചെയ്ത് കണ്ടുപിടിക്കാൻ, കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ. അത് ചെയ്യരുത്. അതായത് ആ ചെയ്യരുത് എന്ന ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അതാണ് ഞാൻ ഈ പറഞ്ഞ അപ്രോച്ചിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതായത് ചിലർ പല അപ്രോച്ചസ് എടുക്കാറുണ്ട് CSAT-ൽ. ചിലർ 1 മണിക്കൂർ മാത്സ് ചെയ്യും, 1 മണിക്കൂർ കോംപ്രഹെൻഷൻ ചെയ്യും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ആദ്യം കോംപ്രഹെൻഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്സിലേക്ക് പിന്നെ പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ചിലർ മാത്സ് ആദ്യം ചെയ്തിട്ട് കോംപ്രഹെൻഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, മിക്സ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ പല അപ്രോച്ച് ഉണ്ടാവും. പലർക്കും പല അപ്രോച്ചാണ് കൂടുതൽ യോജിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങളുടെ യുണീക്ക് സ്റ്റൈലിനനുസരിച്ചും നിങ്ങളുടെ യുണീക്നെസ്സിനനുസരിച്ചിട്ടൊക്കെ ആ സ്റ്റൈല് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന അപ്രോച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ടെസ്റ്റ് സീരീസിലൂടെ പലരും ചെയ്യാത്തൊരു കാര്യം ഇതാണ്. പലരും ടെസ്റ്റ് സീരീസിനെ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എടുക്കുന്നു, ഡിസ്കഷൻ കേൾക്കുന്നു, കഴിഞ്ഞു. ഇങ്ങനെയല്ല നിങ്ങൾ ടെസ്റ്റ് സീരീസിനെ കാണേണ്ടത്. നിങ്ങൾ ടെസ്റ്റ് സീരീസിലൂടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ എക്സാം ഹാളിലെ അപ്രോച്ച് അടിപൊളിയാക്കാൻ വേണ്ടി നോക്കണം. നിങ്ങളുടെ ഏത് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നത് എന്നുള്ളൊരു സാധനത്തിലേക്ക് നിങ്ങൾ വരണം. ആക്ച്വലി ടെസ്റ്റ് സീരീസ് കഴിയാനാകുമ്പോഴെങ്കിലും എന്നിട്ട് അവസാനമുള്ള ഫുൾ ടെസ്റ്റിലൊക്കെ ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുന്നുണ്ടാവും, PYQ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് എക്സാം ഹാളിലെ അപ്രോച്ച്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചും കൂടി പറയാം. നമ്മൾ പ്രിലിംസ് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈലം IAS-ൻ്റെ ടെസ്റ്റ് സീരീസാണ്. GS-ഉം CSAT-ഉം ഉണ്ട്. അതിൽ CSAT ഓൺലി ടെസ്റ്റ് സീരീസ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSAT മാത്രമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈലം പുറത്തിട്ട് നിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 1499 റുപ്പീസിനാണ് CSAT ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുക, പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതേപോലെ സൈലം സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ കഴിഞ്ഞൊരു വർഷത്തിൽ സൈലത്തിൽ ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ 999 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ CSAT ടെസ്റ്റ് സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ CSAT ടെസ്റ്റ് സീരീസിലെ ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാനും പണ്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യമാണ് CSAT-ൻ്റെ ടെസ്റ്റ് സീരീസ് ഒന്നും സ്ട്രക്ചേർഡ് അല്ല. എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ടെസ്റ്റ് സീരീസ് ഫ്രെയിം ചെയ്ത സമയത്ത് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ December 28 ഓർക്കുക, December
28-നാണ് നിങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അപ്പോഴേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഡിസംബർ 28 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഡിസംബർ 28-ന് വരുന്ന ആദ്യത്തെ ടെസ്റ്റിൽ 5 ടോപ്പിക്സ് ആണ് ഉണ്ടാവുക. മാത്സ് പാർട്ടിൽ നിന്ന് 5 ടോപ്പിക്സും അതേപോലെ തന്നെ കോംപ്രഹെൻഷനും ഉള്ളൊരു ചെറിയ ടെസ്റ്റ് ആദ്യം കണ്ടക്ട് ചെയ്യും. ഒരു 1 ഹവറിൻ്റെ 40 ക്വസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കും ഇതേപോലെ തന്നെ 5 ടോപ്പിക്സ്, അടുത്ത 5 ടോപ്പിക്സും പിന്നെ കോംപ്രഹെൻഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടുത്ത ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. എന്തിനാ? കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങളപ്പോൾ ആ ടോപ്പിക്സ് ആ വീക്ക് പഠിച്ചോളൂ. നിങ്ങൾക്ക് കറക്റ്റ് ടോപ്പിക് ഏതൊക്കെയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ ആ ടോപ്പിക് ആ വീക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ PYQs നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുക. അപ്പോൾ PYQs നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീക്ക് അത് ചെയ്ത് നോക്കണം. ആ വീക്ക് വരുന്ന ടോപ്പിക്സിൻ്റെ PYQs നിങ്ങൾ ചെയ്ത് നോക്കണം. അതിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് PYQസും അതിൻ്റെ സൊല്യൂഷൻസും തരും. അപ്പോൾ അത് നിങ്ങൾ PYQs സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് സൊല്യൂഷൻസ് ഒക്കെ നോക്കണം. അങ്ങനെ ഈ 2 വീക്ക് കഴിഞ്ഞു, 2 എക്സാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 2 വീക്ക് ഗ്യാപ്പ് തരും. എന്തിനാ? അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഈ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് 2 വീക്സ് നന്നായിട്ട് ഈ 10 ടോപ്പിക്സ് പ്ലസ് കോംപ്രഹെൻഷൻ വൃത്തിക്ക് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഒരു ഫുൾ ടെസ്റ്റ് എടുക്കണം. റിവിഷൻ ടെസ്റ്റ്, അതായത് 2 ഹവേഴ്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. 80 ക്വസ്റ്റ്യൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ഇതിലത്തെ എല്ലാ ടോപ്പിക്കും, ഈ 10 ടോപ്പിക്കും കൂടി ചേർന്നിട്ടായിരിക്കും ആ ടെസ്റ്റ് വരിക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ അടുത്ത 5 വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത 5 ടോപ്പിക്സ്, അടുത്ത 5 ടോപ്പിക്സ്, പിന്നെ 10 ടോപ്പിക്കിൻ്റെ ഒരു വലിയ ടെസ്റ്റ്. ഇങ്ങനെ നമ്മൾ ടോട്ടൽ 9 ടെസ്റ്റ് ഉണ്ട്. അതായത് വീണ്ടും 5 ടോപ്പിക്ക് പിന്നെ 10 ടോപ്പിക്കിൻ്റെ വലിയ ടെസ്റ്റ്. അത് 9 ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൊത്തം 30 ടോപ്പിക്സാണ് ഉള്ളത്. ഞാൻ മാത്സ് റീസണിങ് ആൻഡ് കോണ്ടന്റ് പാർട്ടിനെ 30 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് കോംപ്രഹെൻഷൻ. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന ഒരു 9 ടെസ്റ്റ് കൂടുന്നതാണ് സെക്ഷണൽ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റും നമ്മൾ 2:30 to 4:30 ഇടയിലുള്ള ടൈമിൽ തന്നെയാണ് വെക്കുക. കാരണം അത് ഇമ്പോർട്ടൻ്റാണ്. പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ്. എല്ലാവരും CSAT രാവിലെയൊക്കെ ചെയ്തിട്ട് പോകും. അവസാനം എന്ത് ചെയ്യും? ഒറിജിനൽ എക്സാമിൽ വന്നിട്ട് 2:30 കിടന്നുറങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. കുറേ പേർക്ക്, ഞാൻ ചുമ്മാ പറയുന്നതല്ല, പലർക്കും 2:30 തൊട്ട് 4:30 വരെയുള്ള സമയത്ത് ബ്രെയിൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല, ഉറക്കം വരും അല്ലേ? അത് നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റണം അതിനെ. അതുകൊണ്ട് തന്നെ 2:30 to 4:30 ടൈമിൽ മാത്രമാണ് നമ്മളിവിടെ CSAT ടെസ്റ്റ് നടത്തുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ അടിപൊളിയായിട്ട് മാറണം. ആ ഒരു സമയത്ത് മാത്സ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും CSAT ടെസ്റ്റിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ CSAT ക്വസ്റ്റ്യൻസ് നിങ്ങൾ 2:30 മുതൽ 4:30 വരേൻ്റെ ഇടയിലുള്ള ടൈമിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സെക്ഷണൽ ടെസ്റ്റ്. ഇനി ഇതിനകത്ത് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വരുത്തി പഠിക്കാനുള്ള സമയമുണ്ട്. PYQs ഞാൻ പറഞ്ഞു നമ്മൾ അസിസ്റ്റ് ചെയ്യും. കൺസിസ്റ്റൻസി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് ടൈം CSATനെ മാറ്റി വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. PYQs തരും, അത് ചെയ്യണം. അതല്ലാണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ മെറ്റീരിയൽ ഫോളോ ചെയ്യാം. എൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ചെയ്യാം. ഇനി എക്സാം ഹാൾ അപ്രോച്ച്, അത് ഞാൻ പറഞ്ഞു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റുകളിലൊക്കെ കിട്ടുന്ന മാർക്ക് ബേസ് ചെയ്തിട്ട് മാർക്ക് നോക്കും. ഞാൻ തന്നെ മോണിറ്റർ ചെയ്യും. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് നോക്കും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്സ് തരും. അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ വന്ന് പറയാനല്ല. അതായത് വെറുതെ ഇങ്ങനെ ഒരു പേരിന് മെൻറ്റർഷിപ്പ് അല്ല. നിങ്ങളുടെ അപ്രോച്ച് റെഡിയാക്കണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. അതാണ് ഫൈനലി നമ്മുടെ സക്സസ്. ഇപ്പോൾ എൻ്റെ സക്സസ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. അപ്പോൾ ആ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അപ്രോച്ചിനെ നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ അപ്രോച്ചിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലാണ് നിങ്ങൾക്ക് അത് കൂടുതൽ വർക്കാവുക എന്നൊക്കെ നമ്മൾ പരീക്ഷിച്ചൊക്കെ നോക്കും. ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല. ചിലപ്പം നിങ്ങളുടെ അപ്രോച്ച് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് വർക്ക് ആവണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് മാറ്റിയാൽ അപ്പം നിങ്ങൾക്ക് തന്നെ ഡൗട്ടായിരിക്കും എങ്ങനെയാണ് ഞാൻ മാറ്റേണ്ടത്. അതിനെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ നോക്കിയിട്ട് അപ്രോച്ചൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മാർക്ക് മെല്ലെ ഈ ടെസ്റ്റുകളിൽ ഇങ്ങനെ 9 സെക്ഷണൽ ടെസ്റ്റ് വരുമ്പോഴേക്ക് അത് റെഡിയാക്കി കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 6 ഫുൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 6 ഫുൾ ടെസ്റ്റ്, CSATൻ്റെ ഫുൾ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മെയ് 24-നാണ് പ്രിലിംസ്. അപ്പോൾ മെയ് 24-ന് പ്രിലിംസ് ആകുമ്പോഴേക്ക് ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവരണം നമുക്ക്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ 15 CSAT ടെസ്റ്റ് ഉണ്ടാവും, 9 സെക്ഷണൽ ടെസ്റ്റും 6 ഫുൾ ടെസ്റ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് ഉണ്ട്.
ഓക്കെ, നോർമലി കുറച്ച് ടെസ്റ്റ് ഉണ്ടാവാറുള്ളൂ, പക്ഷേ നമ്മളിതിങ്ങനെ ഫ്രെയിം ചെയ്തത് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടും നിങ്ങളുടെ അപ്രോച്ച് റെഡിയാക്കി കൊണ്ടുവരാനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെല്ലെ മെല്ലെ റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ അടിപൊളിയായിട്ട് വരും. അതാണ് കുറച്ചുകൂടി CSAT എന്നല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് മെല്ലെ അടിപൊളിയായി വരുന്നതാണ് പെട്ടെന്ന് കുറേ തട്ടിക്കൂട്ടി ഓരോന്ന് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2, മെൻറ്റർഷിപ്സ് നമ്മൾ ചെയ്യുന്നു പറഞ്ഞു. ആ മെൻറ്റർഷിപ്പിലൂടെ നിങ്ങളുടെ അപ്രോച്ചും സ്ട്രാറ്റജിയും അത് ഫൈൻ ട്യൂൺ ചെയ്യാനാണ് മാക്സിമം നോക്കുക. നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ എങ്ങനെ നിങ്ങൾ റെഡി ആവണം, മനസ്സിലായോ? അതിനൊക്കെയാണ് നമ്മൾ മെൻറ്റർഷിപ്പ് സെഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അപ്രോച്ച് മോണിറ്റർ ചെയ്യും. നിങ്ങളുടെ അപ്രോച്ചും അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ മോണിറ്റർ ചെയ്യും. എങ്ങനെയൊക്കെയാണ് അത് റെഡിയായി നിങ്ങൾ മാറ്റം കൊണ്ടുവരുന്നുണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റാക്കി തരിക. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്കൊരു ഐഡിയ വന്നിട്ടുണ്ടാവും എങ്ങനെ പഠിക്കണം. കാരണം പലരും ഇപ്പോഴും ചെയ്യുന്നത് കുറേ കണ്ടൻറ്റിൻ്റെ ബാക്കിൽ കണ്ടൻറ്റ് വേണ്ടെന്നല്ല, കണ്ടൻറ്റ് വേണം. അതിൻ്റെ കൂടെ CSATലൊക്കെ നിങ്ങൾ കൊടുക്കുന്ന അപ്രോച്ചും സ്ട്രാറ്റജിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ദാൻ പേപ്പർ 1. പേപ്പർ 1ൽ അപ്രോച്ച് വേണ്ടെന്നല്ല, അതിൽ വേണം. അതിനേക്കാട്ടും അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ 2. കാരണം ക്വാളിഫയിങ് ആണ്. ക്വാളിഫയിങ് ആകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള ഡിസിഷനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഡിസിഷൻ. മനസ്സിലായോ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. നിങ്ങൾ ഏതിലാണ് സ്ട്രോങ് ആകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്ക് PYQs പഠിച്ച് അതിൻ്റെ UPSC ഡിമാൻഡ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരും. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സൈലത്തിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും സൈലത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഇനി പ്രിലിംസിൻ്റെ ഒരു ഡിസംബറായി, നമുക്കിനി അധികം സമയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ നോക്കുക. എല്ലാവരും പ്രിലിംസ് ക്ലിയർ ആവട്ടെ, നമുക്കങ്ങനെ പറയാൻ പറ്റൂ അല്ലേ? അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ സൈലത്തിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ സൈലത്തിൽ എന്നെ വന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയായാലും നിങ്ങൾക്ക് വരാൻ പറ്റും. ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എല്ലാവർക്കും എഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ശരി, പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ശരി.